കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. കാലവർഷക്കെടുതിയിൽ ഇതുവരെ 18 പേർ മരിച്ചു. വിവിധ ജില്ലകളിൽ 17 കുടുംബങ്ങളെ മറ്റ് ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. സംസ്ഥാനത്ത് അതിതീവ്ര മഴയെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളിൽ തിരുവനന്തപുരം, കോഴിക്കോട്, ഇടുക്കി ജില്ലകളിൽ 4 ക്യാമ്പുകളിലായി 17 കുടുംബങ്ങളിലെ 64 പേരെ മാറ്റി താമസിപ്പിച്ചു. എല്ലാ ജില്ലകളിലും 24 പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭ്യമാകേണ്ട മഴയുടെ 50% കൂടുതൽ മഴ പെയ്തിട്ടുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നു. ഇടുക്കിയിൽ മരക്കൊമ്പ് പൊടിഞ്ഞു വീണ് കോന്നി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മധ്യപ്രദേശ് സ്വദേശി ഇന്നലെ മരിച്ചു. കോഴിക്കോട് ജില്ലയിൽ 11 വയസ്സുള്ള കുട്ടികൾ ഷോക്കേറ്റ് മരിച്ചു. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് കാലവർഷക്കെടുതിയിൽ 18 ജീവനുകൾ നഷ്ടപ്പെട്ടു. സംസ്ഥാനത്ത് ഇതുവരെ 670 വീടുകൾ ഭാഗികമായും 20 വീടുകൾക്ക് പൂർണ്ണമായും മഴയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 90 പേർക്ക് അപകടങ്ങളിൽ പരിക്ക് പറ്റി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള തീരത്ത് 3.1 മീറ്റർ മുതൽ 4.2 മീറ്റർ ഉയരത്തിൽ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതായി കേന്ദ്ര സമുദ്രനിധി ഗവേഷണ കേന്ദ്രം അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.